എടാ വാർ 2 ആണോ കൂലിയായിരിക്കുമോ ഈ ഒരു ക്ലാഷ് വിജയിക്കുന്നത്? അതിലിപ്പോൾ എത്ര സംശയം തന്നെ, വാർ 2 തന്നെ വിജയിക്കും. അതന്നെ നിനക്ക് ഉറപ്പ്. അതിൽ അഭിനയിക്കുന്നത് ഗ്രീക്ക് ഗോഡാണ്, ഗ്രീക്ക് ഗോഡ്. അതിന് ഗ്രീക്ക് ഗോഡ് അഭിനയിച്ച പടം ഒന്നും ഇതുവരെയായിട്ടും പൊട്ടിയിട്ടില്ലേ? ഇല്ലല്ലോ. അപ്പം ഞാൻ ചോദിക്കട്ടെ, മോഹൻജോദാരോ, ഫൈറ്റർ, ഇതൊന്നും പോലെങ്കിൽ കൈറ്റ്സോ അതൊക്കെ ഏത് പടം? കൈറ്റ്സ് നിനക്കറിയത്തില്ലേ? ആ, അതൊരു ഗുണ്ടുപടമാണ്. അത് മെയിൻലി എല്ലാ നടന്മാർക്കും കാണത്തില്ലേ, ഒരിക്കലും അവരുടെ ഫാൻസ് പോലും അറിയാത്ത രീതിയിലുള്ള പടങ്ങൾ. അതുപോലത്തെ പടമാണ് ഋത്തിക് റോഷൻ്റെ കൈറ്റ്സ്. അതൊന്നും എനിക്കറിയത്തില്ല. ഈ മോഹൻജോദാരോ ഇറങ്ങിയ സമയത്ത് അതത്ര കണക്റ്റ് ആവാത്തതുകൊണ്ടാണ് ആ പടം പൊട്ടിയത്. പിന്നെ ഫൈറ്റർ വർക്കാവാഞ്ഞത് ഇന്ത്യൻസ് ഫ്ലൈറ്റിൽ കൂടുതലും യാത്ര ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഫൈറ്റർ വർക്കാവാഞ്ഞത്. എടാ ഈ ലോജിക്ക് എന്തെങ്കിലും ലോജിക്കുള്ള കാര്യമാണോ പോയത്? സിദ്ധാർത്ഥാനന്ദിന്റെ തിയറി അല്ലേ? സിദ്ധാർത്ഥാനന്ദിനെ കളിയാക്കണ്ട, പുള്ളി ഇന്ത്യയിലെ തന്നെ ടോപ്പ് ആക്ഷൻ ഡയറക്ടറാണ്. അടിപൊളി. സിദ്ധാർത്ഥാനന്ദാണോ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ഡയറക്ടർ? എന്തൊരു തള്ളു. അപ്പം ലോകേഷ് കനകരാജും പ്രശാന്ത് നീലൊക്കെ എങ്ങനെ? അവരാരും ഈ സിദ്ധാർത്ഥാനന്ദിന്റെ അത്രയും പോലെ. ടോം ക്രൂസിന്റെയും ഈ ഹോളിവുഡിലെ സകല പടം അടിച്ചു മാറ്റുന്ന ഈ ഒരു സിദ്ധാർത്ഥാനന്ദാണ് ഇന്ത്യയിലെ ടോപ്പ് ആക്ഷൻ ഡയറക്ടർ. കൈതി എടുത്ത ലോകേഷ് കനകരാജും KGF എടുത്ത പ്രശാന്ത് നീലൊന്നും പോരെന്ന്. രാജമൗലിയേക്കാളും മുകളിലാന്ന് നീ പറയൂ. അടിച്ചു മാറ്റി എന്താ, പുള്ളി നല്ല വൃത്തിക്കല്ലേ ചെയ്യുന്നത്, അതുപോലെ ചെയ്യുന്ന തന്നെ അടിച്ചു മാറ്റി, അതിന് കൂടുതൽ അലങ്കാരം ഒന്നും വേണ്ട. നീ നാളെ കണ്ടോ, കൂലി പൊട്ടും വാർ 2 ക്ലാഷ് തൂക്കും, അതാ നടക്കാൻ പോകുന്നത്. അതെ, റോക്കറ്റ് കഥയും കഥകൾ തന്നെ കഥ എപ്പോഴും അടിച്ചു മാറ്റുന്ന യൂണിവേഴ്സ് എന്നിട്ട് ലോകേഷിന്റെ യൂണിവേഴ്സായിട്ട് കമ്പയർ ചെയ്യുന്നത്, ലോകേഷിന്റെ മേക്കിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുന്നത്. റോക്കറ്റ് കഥയാണേലും നാളെ ക്ലാഷ് വാർ 2 തൂക്കിയിരിക്കും. നമുക്ക് ബുക്കിംഗ് കാണുമ്പോഴേ അറിയാം. അടുത്ത് ജൂനിയർ ഇന്ത്യ അതുണ്ട്, അതറിയാവോ? എൻ്റെ പൊന്നെ, ഓർമ്മിപ്പിക്കല്ലേ, ജൂനിയർ ഇന്ത്യ കൊണ്ട് ദേവരെ കണ്ടതിന്റെ ക്ഷീണം മാറിയിട്ടില്ല. ഈ പുള്ളി നല്ല ആക്ടറാണ്, നിനക്കറിയാൻ മേലാഞ്ഞിട്ട്. ഇപ്പൊ ജൂനിയർ ഇന്ത്യ നല്ല ആക്ടറായി. നീ തന്നെയല്ലേ ദേവരെ കണ്ടിട്ട് പുള്ളിയുടെ അഭിനയം പോരെന്ന് പറഞ്ഞു. ഓന്ത് മാത്രമാണ് ഇതുപോലെ നിന്നെ പോലെ. എന്തൊക്കെ പറഞ്ഞാലും വാർ 2 ക്ലാഷ് തൂക്കും, നീ എഴുതി വെച്ചു. അതെ, നാഗാർജുന, ഉപേന്ദ്ര, സത്യരാജ്, ശ്രുതി ഹസൻ, സൗബിൻ, ഇത്രയും പേരുണ്ട്. അവരുടെ കൂടെ ഈ ലോകേഷിൻ്റെ ഈ സിനിമയുടെ കൂടെ എങ്ങനെയാണ് ഈ സ്പൈ യൂണിവേഴ്സ്, റോക്കറ്റ് കഥ, എല്ലാ സിനിമയ്ക്കകത്തും ഒരേ കഥ തന്നെ, ഒരു വ്യത്യാസമില്ല. കാണുന്ന നമുക്ക് ബോധടിക്കത്തില്ല, എഴുതുന്ന അവർക്ക് ബോധടിച്ചില്ലെങ്കിലും. മതി കൂടുതൽ പറയണ്ട, നാളെ നമുക്ക് നോക്കാം. നാളെ അറിയാം കേട്ടോ.